മലയാളി മക്കളെ വണക്കം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് പ്രത്യേകിച്ചൊന്നും നടക്കുന്നൊന്നുമില്ല. എന്താണ് നമ്മൾ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുന്നു, വേസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുന്നു, നോമിനേഷൻ ഫ്രീ ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആയപ്പം പറയുന്നുണ്ട് ഡെവിൾസ് ആൻഡ് ഏഞ്ചൽസ് ടാസ്കിൽ ഹാർട്ട് കിട്ടിയവർ മാത്രം വേണം ഇതിൽ ഒപ്പീനിയൻ പറഞ്ഞാൽ, ഹാർട്ട് കിട്ടാത്തവർ പറയാൻ പാടില്ല. അവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് നോമിനേഷൻ ഫ്രീ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം അതിൽ മുത്തുക്കുമാർ വന്നിട്ട് ദീപകിനെ പറയുന്നുണ്ട്, ഡെവിളായിട്ട് കളിച്ചതിൽ സത്യ വന്നിട്ട് മഞ്ചരിയെ, റാണവ് വന്നിട്ട് മഞ്ചരിയെ പറയുന്നുണ്ട്, ദീപക് വന്നിട്ട് തർഷികയെ പറയുന്നുണ്ട്, സാച്ചന വന്നിട്ട് മഞ്ചരി, അതേപോലെ മഞ്ചരി വന്നിട്ട് ദീപകിനെ, തർഷിക വന്നിട്ട് ദീപകിനെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പറയുന്നുണ്ട്. അതായത് ഡെവിളായിട്ട് കൃത്യമായിട്ട്, അതായത് അത് സ്നേഹമില്ലായ്മ, പകയോടുകൂടി, വെറുപ്പോടുകൂടി, അങ്ങനെ കൃത്യം ഡെവിളായിട്ട് കളിച്ചത് ആരാണ് അതിൻ്റെ ബേസിലായിരിക്കണം തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ മഞ്ചരി തന്നെയായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അങ്ങനെ മഞ്ചരിക്ക് എല്ലാവരും കൂടെ നോമിനേഷൻ ഫ്രീ പാസ് കൊടുത്തിട്ടുണ്ട്. തർഷികയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് മഞ്ചരിക്കായിരുന്നു കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ ബബിൾ പെയിൻറ്റിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട്. അത് 2 ഗ്രൂപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറേ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ്സ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മണ്ടയ്ക്ക് ഓരോ ഫീച്ചേഴ്സ് എഴുതി കാർഡും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബ്രഷിൻ്റെ അറ്റത്ത് ബ്രഷിൻ്റെ ഇവിടെ നമ്മുടെ ഒരു ഓസ് കണക്ട് ചെയ്തിട്ട് നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് അത് ഒരാൾ വായിക്കണം. അപ്പോൾ ഇൻറ്റീരിയറാണോ എക്സ്റ്റീരിയറാണോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വായിക്കണം. വായിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾ ഓടിപ്പോയിട്ട് എക്സ്റ്റീരിയറിലാണെങ്കിൽ അതിൻ്റെ ഫീച്ചർ വായിക്കുന്നെങ്കിൽ അവിടെ പോയിട്ട് പെയിൻറ്റ് ചെയ്യുക. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും, ഒരു 10 അത് ചെയ്യുക. ഇൻറ്റീരിയറാണെങ്കിൽ അങ്ങനെ അപ്പം ഈ നീളത്തിലാണ് ഈ ബക്കറ്റ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ എടുക്കണം. അങ്ങനെ എടുത്തെടുത്ത് ടാസ്ക് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിന് ജയിക്കുന്നതായിരുന്നു. ബ്ലൂ ടീമും യെല്ലോ ടീമും ആയിരുന്നു. ബ്ലൂ ടീമാണ് കേട്ടോ ജയിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്ക്, അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവരെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കാണുള്ളൂ എന്ന് വിചാരിക്കുന്നത്, ഈ ജന്മം ചെയ്ത് എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് വിചാരിക്കുന്നതും ആരെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശാൽ വന്നിട്ട് അരുണ അൻഷിതയാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. മഞ്ജരിയും പവിത്രയും ഞാൻ കാണാനേ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യമുണ്ട്, മഞ്ജരിയും റാണുവിനെയും എനിക്കിഷ്ടമില്ല, ഞാൻ ബന്ധം തുടരത്തില്ല. ജെഫ്രീനെയും ജാക്ലിനെയും ആയിരിക്കും തുടരുന്നതെന്ന് പറഞ്ഞ് ജെഫ്രി വന്നിട്ടാണെങ്കിൽ സത്യ അൻഷിതയാണ് തുടരണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആനന്ദി പവിത്ര അവരെ നമുക്ക് ഒന്നും അറിയത്തില്ല, അതാണ് എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അൻഷിത വന്നിട്ട് മഞ്ചരിയും മുത്തുക്കുമാറിനെ കാണരുത്, എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട, നെഗറ്റീവാണ് ഇവരെന്ന് പറയുന്നുണ്ട്. ജെഫും ആനന്ദിയുമാണ് കാണേണ്ടിയിരുന്നത്, ബന്ധമൊക്കെ തുടരുന്നതെന്ന് പറയുന്നുണ്ട്. ആനന്ദി വന്നിട്ട് അൻഷിത പവിത്ര ഇവർ രണ്ടിനെയാണ് ബിഗ് ബോസ് കഴിഞ്ഞാലും ബന്ധം തുടരുന്നതെന്ന് പറയുന്നുണ്ട്. സൗന്ദര്യ ജാക്ലിനെ എനിക്ക് കാണണ്ട എന്ന് പറയുന്നുണ്ട്. മുത്തുക്കുമാർ വന്നിട്ട് ദീപക് മഞ്ചരിയെ ഞാൻ അവരുമായിട്ട് ബന്ധം തുടരാം. മഞ്ചരിയുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കുന്ന മഞ്ചരിയെ മാത്രം നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അതിന് പുറത്ത് വേറൊരു മഞ്ചരിയുണ്ട്, ആ മഞ്ചരിയാണ് ഞങ്ങൾക്കിഷ്ടം, ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി പോയി വരെ നിന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു മഞ്ചരിയാണിത്, അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യ അൻഷിതയും ഞാൻ ഒരിക്കലും ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് പറയാം. അരുണ് വന്നിട്ട് രഞ്ജിത്തിനെയും വിശാലിനെയും നല്ല ബന്ധത്തോട് കൊണ്ടുപോകണം, പവിത്രയും തർഷികയും ബന്ധം തുടരണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് ബെസ്റ്റ് പെർഫോമറിനെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഏഞ്ചൽസിൽ നിന്നും തിരഞ്ഞെടുക്കണം, ഡെവിൾസിൽ നിന്നും തിരഞ്ഞെടുക്കണം. ഡെവിൾസിൽ നിന്ന് വന്നിട്ട് ദീപകിനെയും മഞ്ജരിയെയും പിന്നെ അപ്പുറത്തുനിന്ന് വന്നിട്ട് പവിത്രയും നമ്മുടെ രഞ്ജിത്തിനെയാണ് കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് അവരാണ് ഇനി ക്യാപ്റ്റൻസിയിലേക്ക് പോവുക കേട്ടോ. അത് കഴിയുമ്പോൾ ഇനി വേസ്റ്റ് പെർഫോമർ, അതായത് കളിച്ചില്ല എന്ന് പറയുന്നത് അതിൻ്റെ വീക്കിൽ എല്ലാവർക്കും അറിയാലോ, ഒബിയസ്ലി ജാക്കും സൗന്ദര്യമാണ്. അപ്പം അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കാൻ ബിഗ് ബോസ് തരുന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വീട്ടിൽ നിന്നും ഒരു ഫുഡും എടുത്ത് കഴിക്കാൻ പാടില്ല, ഒരു സാധനവും എടുത്ത് കഴിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ഫുഡാണോ കൊടുക്കുന്നത് അത് മാത്രം കഴിക്കണം. ഫുഡ് വരുന്നുണ്ട് സാമ്പാർ സാദം, സാമ്പാർ സാദം വരുന്നേ, സാമ്പാർ സാദം. അങ്ങനെ സാമ്പാർ സാദം എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഉപ്പുമില്ല, എന്നാൽ എരിവ് കൂടുതലും. അങ്ങനെയാണ് കേട്ടോ, 2 പേർക്ക് കഴിക്കാൻ പറ്റാതെയൊക്കെ ആയി വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഗോ IBOയുടെ പാസ്പോർട്ട് വരികയാണ്. അതായത് മഞ്ജരിക്കും ദീപക്കിനും രഞ്ജിത്തിനും പവിത്രയ്ക്കും സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജെഫ് അത് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്ക്, അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ 3-4 ഇങ്ങനെ നമ്മുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് കാണും, അതിൽ ഹോൾസ് ഉണ്ടാവും, അത് വെച്ചിട്ട് സ്റ്റിക്ക് വെച്ചിങ്ങനെ അത് അടച്ചിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റിക്ക് തുറക്കുക മാത്രമല്ല, നമ്മളുടെ സ്റ്റിക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുകയും വേണം, വെള്ളം കളയാൻ പാടില്ല.
ടു ബസർ വരെ ആരുടെയാണ് വെള്ളം കൂടുതൽ കാണുന്നത് അവരാണ് കേട്ടോ ക്യാപ്റ്റൻ. നല്ല സൂപ്പർ ടാസ്ക് ആയിരുന്നു. അവർ അറിഞ്ഞ് തന്നെ കളിച്ചിട്ടുണ്ട്. ദീപക് സത്യം പറഞ്ഞാൽ രഞ്ജിത്തിന് വിട്ടു കൊടുത്തതാണ്, പക്ഷേ രഞ്ജിത്ത് കളിപ്പിച്ചിട്ടും ഉണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ദീപക്കാണ് ഇടപെട്ട് എല്ലാവരുടെയും ഊരിക്കളയുന്നത്, അത് രഞ്ജിത്തിൻ്റെ ഊരിക്കളയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റവും അവസാനം രഞ്ജിത്ത് ക്യാപ്റ്റൻ ആവുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തേതിൽ വെച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അതിലൊരു കളിക്കുന്ന ഒരു കളിയുടെ നല്ലൊരു ഇത് കിടപ്പുണ്ടായിരുന്നു. മഞ്ജരിയും പവിത്ര എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ. അത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. രഞ്ജിത്തും കളിച്ചിട്ടുണ്ടായിരുന്നു, ദീപക്കും കളിച്ചിട്ടുണ്ട്. ആരെയും കുറ്റവും പറയാൻ പറ്റില്ല എന്നതേ ഉള്ളൂ. നാളെ നമ്മുടെ സേതുപതി സാർ വരുന്ന എപ്പിസോഡാണ്. ആരെയൊക്കെ വറുത്തെടുക്കുന്നത് നമുക്ക് കണ്ടറിയാം കേട്ടോ.